ഭാഗ്യവാന്മാരാ അല്ലേ കാർത്തിയായിനി? എന്താ അച്ചുവേട്ടാ? അതെ, ഏതോ ഒരു മന്ത്രിക്കും മധുവിധു രാത്രി, നമ്മക്കും മധുവിധു രാത്രി. ഇപ്പൊ ഈ കഷായം പോയേനും. അയ്യോ, അപ്പൊ അത് പാലല്ലയോ? പാല് കുടിച്ചാ എനിക്ക് ഉറക്കം വരും. നമ്മൾ ഉറങ്ങാനല്ലല്ലോ അന്ന്. അയ്യോ, എവിടെ പോണു? വടി ഇപ്പൊ എന്നെ കൊണ്ട് പോയേന്. വടി ആകാഞ്ഞ ഭാഗ്യമായി. ഇതങ്ങോട്ട് അങ്ങോട്ട് വെച്ചേ. ഇരി. ഇനിയും ചിരിക്കണോ? ചിരിക്കാനല്ല, ഇരി. അപ്പടി പൊടിയാ. പൊടിയല്ല, ഞാൻ നാണം കൊണ്ട് കളം വരച്ചതാ. അല്ല, നാണം കൊണ്ട് കളം വരയ്ക്കുന്നത് കാല് വെച്ചല്ലേ വരയ്ക്കുന്നത്? വൈദ്യരനക്കണ്ടെന്നാ പറഞ്ഞത്. വൈദ്യരെ അനക്കണ്ട, വൈദ്യർ അവിടെ കാണാൻ കിടക്കട്ടെ. എനിക്ക് കാലുവേദനയല്ലേ, അതുകൊണ്ട് കാലനക്കണ്ടെന്നാ വൈദ്യര് പറഞ്ഞത്. ഇനി രാത്രി കുഴമ്പിട്ടേച്ചും കിടക്കണം. അപ്പൊ രാത്രി കുഴമ്പിടിയിൽ മാത്രമേ നടക്കൂ. അച്ചുവേട്ടാ, നമ്മൾ എവിടെ വെച്ചാ കണ്ടുമുട്ടിയതെന്ന് ഓർമ്മയുണ്ടോ? കണ്ടുമുട്ടിയതല്ലോ, കാഴ്ചക്കുറവ് കാരണം വന്ന് മുട്ടി വീണതല്ലേ. അങ്ങനെ 2 ആധാർ കാർഡ് എടുക്കാൻ പോയ നമ്മളിപ്പോ ഒരു റേഷൻ കാർഡിലായി. അതാ ദൈവത്തിന്റെ ഒരു വിധി. ഈ അച്ചുവേട്ടൻ വേണം എന്റെ എല്ലാ ചെലവും നോക്കാൻ. അതാ ദൈവത്തിന്റെ ഒരു ചതി. കാർത്തിയായനിക്ക് ഞാനൊരു ഉമ്മ തരട്ടെ? ആയിക്കോട്ടെ. ആയിക്കോട്ടെ. ആയിക്കോട്ടെയല്ല, ആയിക്കോട്ടെ, ഞാൻ കണ്ണടച്ച് നിൽക്കാം. രാജകുമാരിയും ഭൂപകുമാരനും ഒന്നാവാ, പുഴയിലെ പൊന്നോളങ്ങളിൽ അവരൊഴുക്കി മതി മതി, ഒരു ഉമ്മാന്നും പറഞ്ഞത് ഇപ്പൊ എത്ര എണ്ണമായി? സ്പർശന സൗഭാഗ്യമൊക്കെ പോയി കിടക്കുക. ഒന്ന് സൂം ചെയ്ത് നോക്കട്ടെ. വീഡിയോ കിട്ടുന്നില്ലല്ലോ. ഓഡിയോ ഉണ്ട്, കുഴപ്പമില്ല. ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. വാ. അച്ചുവേട്ടനെ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? എന്റെ ചെറുപ്പകാലത്ത് എന്റെ പുറമൊന്ന് തടവി തരായിരുന്നു. ഇതുവരെ ഞാൻ കനലില്ലാത്ത അടുപ്പിലാണോ ഊതിയത്? വെറുതെ അല്ല പുക കാണാഞ്ഞത്. അല്ല, പ്രേമക്കഥ. രാധമ്മ പേര്. ആരടമ്മ? ആരുടെ അമ്മയല്ല, ഞാൻ അങ്ങനെ വിളിക്കുന്നത്. അപ്പൊ രാധമ്മയെ വിളിച്ചോണ്ട് വരാൻ വേണ്ടി ഞാൻ ഒരു ദിവസം ചെന്ന് 5-6 ആങ്ങളമാരാ, കടയാഘട്യന്മാർ. ഞാനും അവരുമായിട്ട് ഭയങ്കര പോട്ടിയായി, ആടിയായി പൊരിഞ്ഞാടി. അന്ന് ഞാൻ തീരുമാനിച്ചു, ഇനി കല്യാണമേ വേണ്ട. ഇപ്പൊ മനസ്സിലായി എവിടെയാ അടി കിട്ടിയത്. അല്ല, കാർത്തിയായനിക്ക് വല്ല പ്രേമം ഉണ്ടായിരുന്നോ? ഒരുത്തൻ എന്റെ മുന്നേ വന്ന് പറഞ്ഞു എനിക്ക് നിന്നോട് ഭയങ്കര പ്രേമാന്ന്. തിരിഞ്ഞു നോക്കിയില്ല. അതെന്താ തിരിഞ്ഞു നോക്കാഞ്ഞേ? മുന്നേ നിന്ന് പറഞ്ഞ പിന്നെ ഞാൻ എന്തിനാ തിരിഞ്ഞു നോക്കുന്നത്? ഞാൻ അവനെ നോക്കിയതേ ഇല്ല. അത് തറവാടിത്ത ചുരുണ്ട മുടി, കട്ട മീശ, വിരിഞ്ഞ മാറ്, ജോർജ് എന്നാ പേര്, ഉത്രട്ടാതി നക്ഷത്രം. ആര് കണ്ടാലും ഒന്ന് നോക്കും. അവനാ എന്നെ ചതിച്ചിട്ട് പോയത്. എനിക്ക് അവനോട് പ്രതികാരം ചെയ്യണം. എനിക്ക് വേണ്ടി ഞാൻ അവനെന്താ ചെയ്യണ്ടേ? അവനെ അടിക്കണം. അല്ല, അവനെ ഞാൻ ഒരു കാര്യം ചെയ്യും. അടിക്കുടിക്കൊന്നും പോണ്ട. നമുക്കേ സമാധാനപരമായിട്ട് മതി. അവനെ വേണമെങ്കിൽ ഞാൻ ഇത് കണക്ക് ഞെരിക്കും. അവന് 3 ആൺപിള്ളേരാ. 3 ആൺപിള്ളേരുടെ മുന്നിലിട്ട് അവന്റെ കഴുത്ത് ഞാൻ ഇങ്ങനെ അവനോട് എനിക്ക് പ്രതികാരം ചെയ്യാം. എനിക്ക് 6 മക്കളെങ്കിലും വേണം.
കാർത്യായനി പറഞ്ഞതാ ശരി. സമാധാനം. എന്തിനായി അടിയും പിടിക്കൊക്കെ പോകുന്നത്? ഇങ്ങോട്ട് വാ കാർത്തിയായി. പെണങ്ങല്ലേ? താഴമ്പൂ മണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുന്നുറങ്ങുന്ന ചെറുപ്പക്കാ ലോജിക്കില്ല. ഇങ്ങോട്ട് നോക്ക്. അടുത്തോട്ടിരിയെന്ന് സാമജ സഞ്ചാരിണി. ഈ സാമജ സഞ്ചാരിണി എന്ന് വെച്ചാ എന്തുവാ? പുഴയോരഴകുള്ള പെണ്ണ്, ആലുവ പുഴയോരഴകുള്ള പെണ്ണ്. അച്ചേട്ടൻ പാടുമ്പോ യേശുദാസിനെ കൂട്ടിരിക്കുന്നു. ശരിക്കും അതെന്റെ ശബ്ദം കൊള്ളത്തില്ലെന്ന ആൾക്കാർ പറയുന്നത്. ഒരു കുറവല്ലേ ഉള്ളൂ. എനിക്കുണ്ടാവാൻ പോകുന്ന പിള്ളേരുടെ അച്ചോ.